वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിലെ 7, 8, 9, 10, 11 ശ്ലോകങ്ങളാണ് കണ്ടത്. അതില് 7ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു അല്ലെ, അർജുനൻ സ്വയം ഭഗവാന്റെ ശിഷ്യനായി മാറുന്നു, എന്നിട്ട് ഭഗവാനോട് ഉപദേശം തേടുകയാണ്. 8ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും വിധത്തില് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, പെർപ്ലസിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായും ഒരു ഗുരുവിനെ സമീപിച്ച് നമ്മൾ ഉപദേശം തേടുക തന്നെ ചെയ്യണം. ഇവിടെ അർജുനൻ മനസ്സിലാക്കുന്നു, എന്ത്? തന്റെ പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ തന്റെ ജ്ഞാനം കൊണ്ടോ തന്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനം കൊണ്ടോ ഒന്നും തന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി തനിക്ക് മറികടക്കാൻ സാധിക്കുകയില്ല. അതിന് തീർച്ചയായിട്ടും ഉപദേശം തന്നെ വേണം എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഉപദേശിക്കാൻ ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഇല്ല എന്നും അർജുനൻ മനസ്സിലാക്കുന്നു. 9ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അല്ലെ, അർജുനന്റെ മറ്റൊരു നാമം പരംതപ, അതായത് ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, പരംതപ. ഇപ്പോ അർജുനൻ ഒരു കോംപ്ലക്സിറ്റിയിലാണ്, അതായത് തനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. തന്റെ മുൻപിൽ നിൽക്കുന്ന സ്വജനങ്ങൾ, അതായത് ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് അർജുനൻ ഉള്ളത്. പക്ഷേ അർജുനന് അത് മറികടക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അർജുനന് പരന്തപനാകാൻ സാധിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ഭഗവാന്റെ ഉപദേശത്തോടുകൂടി, ഭഗവാൻ ഉപദേശിക്കുന്നതോടുകൂടി അർജുനൻ തന്റെ ധർമ്മം മനസ്സിലാക്കി അർജുനൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അർജുനൻ പരന്തപനാകുക തന്നെ ചെയ്യും. അതുപോലെ ഭഗവാൻ ഋഷികേശനാണ്, സർവത്ര ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ്. അതുപോലെ ഗോവിന്ദനാണ് അല്ലെ, ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നവനാണ് ഭഗവാൻ. ഭഗവാൻ അറിയാം അർജുനന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് ഭഗവാന് നിശ്ചയമായും അറിയാം. അതുപോലെ തന്നെ നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ കണ്ടു, അർജുനൻ സ്വയം ശിഷ്യനായപ്പോഴത്തേക്കും ഭഗവാൻ ഒന്ന് ചെറുതായിട്ട് മന്ദഹസിക്കുന്നു അല്ലെ. തന്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് തന്റെ ശിഷ്യനായിരിക്കുന്നു. ഭഗവാൻ ഉടൻ തന്നെ ആ ഒരു ഉപദേശകന്റെ, അതായത് ആ ഒരു ഗുരുവിന്റെ സ്ഥാനം ഭഗവാൻ സ്വീകരിക്കുന്നു. അതിനു മുന്നേ വരെ അർജുനൻ പറയുന്നത് എന്താണോ അതൊക്കെ കേട്ടും, അല്ലെങ്കിൽ അർജുനൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ പ്രവർത്തിച്ചുമാണ് ഭഗവാൻ നിന്നത്. അർജുനൻ ഭഗവാനോട് പറഞ്ഞു അല്ലെ, 2 സേനകൾക്കും നടുവിലായി തേര് കൊണ്ട് നിർത്തൂ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ കാണട്ടെ. അതൊക്കെ ഭഗവാൻ അനുസരിച്ചു. പക്ഷെ ഇപ്പോ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനായി ശ്രവിക്കാനായി കാത്തു നിൽക്കുകയാണ് ആര്? അർജുനൻ. അതുപോലെ 11ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഭഗവാൻ അർജുനനോട് പറയുന്നു, അനാവശ്യമായി ദുഃഖിക്കരുത്, ഡോണ്ട് ലാമൻ അൺനെസസറിലി എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു. കാരണം അർജുനൻ ചിന്തിക്കുന്നത് എന്താണ്? തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ശരീരമാണ്, ആത്മാവാണെന്നുള്ള ജ്ഞാനം ആർക്കില്ല? അർജുനനില്ല. അർജുനൻ ധാർമ്മികമായിട്ടാണ് ചിന്തിക്കുന്നത്. അർത്ഥശാസ്ത്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ അക്രമികളെ, അതായത് 6 വിധത്തിലുള്ള അക്രമികളെ വധിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പാപവും ലഭിക്കുകയില്ല, അവരെ ക്ഷണം വധിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അർജുനൻ ധാർമ്മികമായി ചിന്തിക്കുന്നു, അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ
ഈ ശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ, ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ ഉന്നതമായതാണ് എന്ത്? ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഇത് അർജുനന് അറിയില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോ 12ാമത്തെ ശ്ലോകത്തില് വിവർത്തനത്തിൽ പറയുന്നു, ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയും ഇല്ല. അതായത് അർജുനൻ ചിന്തിക്കുന്നു ഈ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം ശരീരമാണെന്ന്. പക്ഷേ ഭഗവാൻ പറയുകയാണ് ഇവരെല്ലാം ആത്മാവാണ്. ഇവരാർക്കും ആത്മാവിന് നാശമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഈ മുന്നിൽ നിൽക്കുന്നവര് രാജാക്കന്മാരായാലും ആര് തന്നെയായാലും അവരില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ ഭാവാർത്ഥത്തില് അവിടെ വിശദീകരിക്കുന്നു, ഭഗവാൻ പരമാത്മാ രൂപേണനായി എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു എന്നും അവിടെ ഭാവാർത്ഥത്തില് എടുത്തു കാണിക്കുന്നു. 13ാമത്തെ ശ്ലോകം, ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവുകയില്ല. ഇവിടെ ശരീരത്തിന്റെ പരിണാമത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് എനിക്ക് ഒരു ബാല്യം ഉണ്ടായിരുന്നു, ആ ബാല്യത്തിൽ നിന്ന് ഞാൻ കൗമാരത്തിലെത്തി, ആ കൗമാരത്തിൽ നിന്നാണ് ഞാനിപ്പോ യൗവനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ എനിക്ക് എന്തും ഉണ്ടാകും, വാർദ്ധക്യവും ഉണ്ടാകും. എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സ്വമേധയാ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പരിണാമം ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ പരിണാമം ആർക്ക് സംഭവിക്കുകയില്ല? ആത്മാവിന് സംഭവിക്കുകയില്ല. ശരീരം എന്നത് പരിണാമത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. പക്ഷെ ആത്മാവ് അതല്ല. അതുപോലെ ഇത് സമചിത്തതയോടെ ഒരുവൻ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഇവിടെ ധീരൻ ആരാണെന്ന് പറയുന്നു. ആരാണ് ധീരൻ എന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നു. അതായത് ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി, ജീവാത്മാവ്, പരമാത്മാവ്. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി, ഇവ നാലിനെ കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയെ ആണ് ധീരൻ എന്ന് വിളിക്കുന്നത്. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി, ഈ നാലിനെ കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയാണ് ധീരൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ ശരീരം പരിണാമത്തിലൂടെ കടന്നു പോകുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഭൗതിക ശരീരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ശരീരം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ദ്രോണര്, ഭീഷ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മഹാത്മാക്കളാണ്. അർജുനൻ ചിന്തിക്കുന്നത് എന്താണ്? ഇവര് മരണപ്പെട്ടാൽ പിന്നീട് തങ്ങൾ സമ്പാദിക്കുന്ന സുഖങ്ങളോ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്നതൊന്നും തന്നെ കാണാൻ ഇവരാരും ഉണ്ടാകുകയില്ല. അത് അവര് ശരീരമാണെന്നുള്ള ചിന്ത കൊണ്ടിട്ടാണ് അർജുനൻ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരെല്ലാം വളരെ മഹത്തായിട്ടുള്ള ആത്മാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മരണം സംഭവിച്ചാൽ തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള ശരീരം ലഭിച്ചേക്കാം. അവര് ഒരുപക്ഷെ ആത്മീയ ലോകത്ത് തന്നെ നല്ല ശരീരം ലഭിച്ച് ആത്മീയ ലോകത്തിലേക്ക് തന്നെ പോയിരിക്കാം എന്ന് ഇവിടെ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുനന്റെ ഇത്തരത്തിലുള്ള വിലാപം, അവരുടെ ശരീരത്തെ കുറിച്ചുള്ള വിലാപം അല്ലെങ്കിൽ അവരുടെ വേർപാടിനെ കുറിച്ച് ചിന്തിച്ചുള്ള വിലാപം എന്ന് പറയുന്നത് വെറും വ്യർത്ഥമാണ്. അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്ന് ഇവിടെ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. 14ാമത്തെ ശ്ലോകത്തില് പറയുന്നു, ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്നും അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു ശരീരം ഉള്ളത് കൊണ്ടാണ്. ഈ സുഖവും ദുഃഖവും ഒക്കെ എന്താണ്? സീസൺസ് പോലെയാണ്, കാലങ്ങൾ പോലെയാണ്. മഞ്ഞുകാലവും അല്ലെങ്കിൽ വേനൽക്കാലം പോലെയാണ്, ഒന്നിനു പുറകെ ഒന്നായി. അതായത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. സുഖം ജീവിതകാലം മുഴുവൻ സുഖം മാത്രമേ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖം ഇല്ല. അതിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ
അത് ഒരുവൻ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അതുപോലെ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്നും അവയുണ്ടാകുന്നു. ഈ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാള് പഠിക്കണം. ആ ജ്ഞാനം ഉൾക്കൊണ്ട് അത് സഹിക്കാൻ ഒരുവൻ തയ്യാറാകണം. ഇവിടെ അർജുനന്റെ ധർമ്മം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് തങ്ങളുടെ മുന്നിൽ സ്വജനങ്ങളാണെന്ന് ചിന്തിക്കാതെ, ആ സുഖ ദുഃഖങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാതെ തന്റെ ധർമ്മം ആര് നടപ്പിലാക്കണം? അർജുനൻ നടപ്പിലാക്കുക തന്നെ ചെയ്യണം. ഒരിക്കലും അതിൽ കുടുങ്ങിയിട്ട്, ആ സുഖ ദുഃഖങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയിൽ കുടുങ്ങിയിട്ട് താൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് അർജുനൻ ഒരിക്കലും പിന്മാറാൻ പാടില്ല. അതിന് ഇവിടെ അർജുനൻ രണ്ട് പേരിലൂടെയാണ് വിശേഷിപ്പിക്കുന്നത് അർജുനനെ. അതായത് കൗന്ദയ എന്നും ഭാരത എന്നും കൗന്ദയ എന്നും ഭാരത എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് അർജുനന്റെ ആ ഒരു ലീനേജ്, അതായത് മഹനീയമായ പാരമ്പര്യത്തെ ഭഗവാൻ എടുത്തു കാണിക്കുന്നു. കൗന്ദയ എന്നാല് കുന്തിപുത്രൻ, അതായത് ആ ഒരു രാജ്യ പാരമ്പര്യത്തെയും, അതുപോലെ ഭാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവംശത്തിലെ തലമുറകൾ പിന്നോട്ട് പോകുമ്പോൾ അതിശ്രേഷ്ഠനായിരുന്ന ഒരു രാജാവായിരുന്നു ഭരത രാജാവ്. ആ ഭരത രാജാവിന്റെ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് ആര്? അർജുനൻ. ഇപ്പോ ഭഗവത്ഗീതയിലെ മുന്നോട്ട് പോകുമ്പോൾ ഭരതർഷഭ എന്ന് അർജുനനെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഭരതർഷഭ എന്ന് പറഞ്ഞാൽ ആ കുരുവംശത്തിൽ പെടുന്ന പിന്നീടുള്ള തലമുറയിൽപ്പെട്ട എല്ലാവരും ഭരതന്മാരാണ്. പക്ഷെ ആ ഭരതന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനായവനാണ് ആര്? അർജുനൻ. അതുകൊണ്ടാണ് ഭരതന്മാരിൽ ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് അർജുനനെ ഭരതർഷഭ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഭരത എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അർജുനനെ. അതായത് ആ ഒരു പാരമ്പര്യം, തന്റെ പാരമ്പര്യം എന്ത് എന്ന് അർജുനന് കാട്ടിക്കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പൊ അത്തരത്തിൽ മഹത്തായ പാരമ്പര്യമുള്ള വ്യക്തി ഒരിക്കലും തന്റെ ധർമ്മത്തിൽ നിന്ന്, തന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല. തന്റെ കർത്തവ്യമായ യുദ്ധം ചെയ്യുക തന്നെ വേണം. അതുകൊണ്ടാണ് ഇവിടെ കൗന്ദേയ, ഭാരത എന്ന വാക്കുകളിലൂടെ ഭഗവാൻ അർജുനനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ 15ാമത്തെ ശ്ലോകം. അല്ലയോ നരോത്തമ, അതായത് നരോത്തമ, നരന്മാരിൽ ഉത്തമൻ. അതുകൊണ്ട് നരോത്തമ അർജുനനെ വിളിക്കുന്ന പേരാണ്. നരന്മാരിൽ ഉത്തമൻ. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തിക്ക് നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഇവിടെ ആരാണ് മോക്ഷപ്രാപ്തിക്ക് അർഹൻ എന്ന് പറയുന്നു. ഇവിടെ സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ, അത് കാണിക്കുന്നത് ധർമ്മമാണ്. അതായത് ഇവിടെ അർജുനൻ സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാണ് അല്ലേ? അതായത് അതുകൊണ്ട് തന്നെ അർജുനന്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല. തന്റെ സ്വജനങ്ങൾ മരിച്ചു പോകും, തന്റെ സുഹൃത്തുക്കൾ ആരും ഉണ്ടാകില്ല എന്ന ആ ഒരു സുഖദുഃഖത്തിൽ അസ്വസ്ഥപ്പെട്ടിട്ട് അർജുനൻ തന്റെ ധർമ്മം ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. രണ്ട്, സമനില കൈവിടാതെ. എങ്ങനെയാണ് അർജുനന്റെ സമനില കൈവിട്ട് നിൽക്കുന്നത്? കാരണം അർജുനൻ ചിന്തിക്കുന്നു, തന്റെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം ശരീരമാണ്, ശരീരമാണ്, ആത്മാവല്ല. ആത്മാവാണെന്നുള്ള ജ്ഞാനം അർജുനനില്ല. അതുകൊണ്ട് തന്നെ അർജുനന്റെ സമനില കൈവിടുന്നു. പക്ഷേ ഈ തന്റെ ധർമ്മം പ്രവർത്തിക്കുകയും അതുപോലെ ശരീരമല്ല ആത്മാവാണെന്നുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തി എന്തിനർഹനാണ്? മോക്ഷത്തിന്, മുക്തിക്ക്, മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നു. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. ഇവിടെ അർജുനനെ സംബന്ധിച്ച് അർജുനന്റെ ധർമ്മം യുദ്ധമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മൾ കൊടുക്കുന്ന ഭഗവാനാണ്. ഞാൻ 16 മാല ചാൻഡ് ചെയ്തു, ഞാൻ രാവിലെ 4 മണി മുതൽ 7 മണി വരെയുള്ള സത്സംഗത്തിൽ പങ്കെടുക്കുന്നു, അല്ലാതെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നു, അല്ലാതെ ടെമ്പിളിലെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നു, സേവ ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഭക്തിയുത സേവനം ചെയ്തിട്ടൊക്കെ എന്താണ് പ്രയോജനം? നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, 16 മാല ജപിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഭക്തിയുത സേവനം എന്ന ധർമ്മം നമ്മൾ കളയുകയാണെങ്കിൽ നമ്മൾ എന്താണ്? സുഖ ദുഃഖങ്ങളാൽ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥന ഉണ്ടാകുമ്പോൾ
നമുക്ക് നമ്മുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ സമനില കൈവിടാതെ, ഇപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകും. കാരണം അത്രയും നാള് നമ്മളോട് സഹകരിച്ച് നമ്മളോടൊപ്പം ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഒരിക്കൽ ഇല്ലാതാകുമ്പോൾ ഏതൊരു വ്യക്തിക്കും ദുഃഖമുണ്ടാകും. പക്ഷേ നമ്മൾ അതില് അമിതമായിട്ട് ദുഃഖിച്ച്, നമ്മൾ സമനില കൈവിട്ട് ദുഃഖിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവുമില്ല. കാരണം അത് ശരീരമാണ്, അത് ജീർണിക്കുന്നതാണ്, തീർച്ചയായും അത് നശ്വരമാണ്, അത് നശിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആത്മാവ് ശാശ്വതമാണ്. അപ്പൊ ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചും നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ വേർപാടിൽ നമുക്ക് സമനിലയോടെ നിൽക്കാൻ സാധിക്കും. അപ്പോ സുഖദുഃഖങ്ങളിൽ നമ്മൾ നമ്മുടെ ഭക്തിയുത സേവനം എന്ന ധർമ്മം കൈവിടാതെയും, അതുപോലെ ഒരു വ്യക്തിയുടെ വേർപാട് കാണുമ്പോൾ നമ്മൾ സമനില തെറ്റാതെ നിന്നും കഴിഞ്ഞാൽ നമ്മളും മോക്ഷപ്രാപ്തിക്ക് അർഹരാകും. അതായത് ആ രണ്ടിലൂടെ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിലുള്ള അറ്റാച്ച്മെന്റിൽ നിന്നാണ് നമ്മൾ മാറുന്നത്. നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? മോക്ഷം ലഭിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി 16-ാമത്തെ ശ്ലോകം. ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല. സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. ഇവിടെ തത്വദർശികൾ ആര് എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയവരത്രേ. ആ ഒരു ജ്ഞാനം മനസ്സിലാക്കിയവരാണ് തത്വദർശികൾ. അതായത് ശരീരം നശ്വരമാണ്, അത് ജീർണിക്കുക തന്നെ ചെയ്യും, അത് നശിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആത്മാവ് ശാശ്വതമാണ്. ഈ രണ്ട് അറിവുകൾ കണ്ടറിഞ്ഞവരാണ് എന്ത്? തത്വദർശികൾ. ഇവിടെ ഭഗവാൻ പറയുന്നു, ഭാവാർത്ഥത്തിൽ പറയുന്നു, ശരീരം എന്നത് നമ്മൾ നേരത്തെ കണ്ടു, ശരീരം പരിണാമം സംഭവിക്കുന്ന ഒന്നാണ് ശരീരം. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ സെല്ലുകളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒന്നാണ് ശരീരം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മനസ്സിനും ശരീരത്തിനും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും നമ്മുടെ ആത്മാവിന് ഒരിക്കലും യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുകയില്ല. അതുപോലെ സ്ഥൂല ശരീരത്തിന്, സൂക്ഷ്മ ശരീരത്തിന് ആത്മാവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഭൗതിക ശരീരത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് വരുന്ന വിലാപമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളോ ഒന്നും തന്നെ ആരെ ബാധിക്കുന്നതല്ല? ആത്മാവിനെ ബാധിക്കുന്നതല്ല. ഇനി നമ്മൾ ആ ഭൗതിക ശരീരത്തെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ്? നമ്മുടെ അജ്ഞാനം കൊണ്ടിട്ടാണ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു വിധത്തില് ചിന്തിക്കുന്നത്. അപ്പോ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. സെല്ലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നത് അല്ല. നമ്മൾ ഇന്ന് 12, 13, 14, 15, 16 ശ്ലോകങ്ങളാണ് കണ്ടത്. നമുക്കിനി ഇനിയുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ മോളെ, ഹരി ബോൾ.